മതചിഹ്നങ്ങൾ ഉയർത്തിയുള്ള റാലികൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഉത്തർപ്രദേശ് സർക്കാർ. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാമെങ്കിലും സംസ്ഥാനത്ത് മതചിഹ്നങ്ങൾ ഉയർത്തിയുള്ള റാലികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. പോലീസ് രേഖകളിലും പൊതുസ്ഥലങ്ങളിലും ജാതി വ്യക്തമാക്കുന്ന എഴുത്തുകളോ സൂചനകളോ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു. അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. ജാതി ചിഹ്നങ്ങളുടെ ദുരുപയോഗം ദേശവിരുദ്ധവും ഭരണഘടനയുടെ അന്തസ്സിന് ചേർന്നതല്ല എന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഉത്തരവ് ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. FIR, അറസ്റ്റ് വാറന്റ്, പോലീസ് സ്റ്റേഷൻ രേഖകൾ എന്നിവയിൽ നിന്ന് ജാതി പേരുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി അടിസ്ഥാനത്തിൽ റാലികൾ നിരോധിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടാതെ FIR, അറസ്റ്റ് വാറന്റ്, പോലീസ് സ്റ്റേഷൻ രേഖകൾ എന്നിവയിൽ നിന്ന് ജാതി പേരുകൾ ഒഴിവാക്കണമെന്നും പോലീസിന് നിർദ്ദേശം നൽകി. പകരം ആളെ തിരിച്ചറിയാൻ രക്ഷിതാക്കളുടെ പേര് ചേർക്കണം. കൂടാതെ ജാതി വ്യക്തമാക്കുന്ന ബോർഡുകൾ, വാഹനത്തിലെ സ്റ്റിക്കറുകൾ എന്നിവ ഉൾപ്പെടെ നീക്കം ചെയ്യണമെന്നും സർക്കാർ ഉത്തരവിറക്കി. ചീഫ് സെക്രട്ടറി ദീപക് കുമാറാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ജാതി വിവേചനം സൂചിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിക്കും. അതേസമയം ജാതി ഉപയോഗിക്കുന്നവരുടെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൽ ഈ രീതി ബാധകമാവില്ല. അത്തരം കേസുകളിൽ ജാതി ഉപയോഗിക്കാവുന്നതാണ്. ദേശീയ ഐക്യത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. എന്നാൽ ദളിത് പിന്നോക്ക വിഭാഗക്കാരെ അടിച്ചമർത്താനുള്ള UP സർക്കാരിന്റെ ശ്രമമാണിതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ BJP ഇത്തരം റാലികളും യോഗങ്ങളും നടത്തിയിരുന്നു എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പിന്നോക്ക വിഭാഗക്കാരുടെ ശബ്ദത്തെ അടിച്ചമർത്താനാണ് സർക്കാർ നീക്കമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആരോപിച്ചു. എന്നാൽ കോടതി ഉത്തരവിന്മേലുള്ള നടപടിയെന്നാണ് സർക്കാർ വാദം.